നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് ഒരു നിപ്പ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നിപ്പ ലക്ഷണം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രികളോട് ആരോഗ്യവകുപ്പ്. പേരാമ്പ്രയിൽ 2 KSRTC ബസുകൾ കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലത്തിന്റെ 1ാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാലിക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾ ബൂത്തുകളിലേക്ക് ഇരച്ചുകയറി. തുടർന്ന് ടോൾ പ്ലാസയുടെ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡുകൾ മറിച്ചിട്ടു. ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ്, ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ വൈജു, ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജു കുമാർ, പുതുക്കാട് SHO M മഹേന്ദ്ര സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നിങ്ങൾ അധികാരത്തിൽ വന്ന 10 വർഷം കഴിഞ്ഞു. ഹലോ മിസ്റ്റർ സുരേഷ് ഗോപി, BJP ഈ ടോൾ പിരിവിന്റെ പങ്കുപറ്റുകാരായി നിങ്ങൾ മാറിയല്ലേ? ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പങ്കുപറ്റുകാരായി ഈ ജില്ലയിലെ BJP ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മറ്റൊരു MP ഉണ്ട് തൊട്ടപ്പുറത്ത്, ബെന്നി ബെഹനാൻ MP പാർലമെന്റിൽ പോയി കിടന്നുറങ്ങലാണ് പണി. ഇന്നുവരെ ഈ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്തൊരു MP, ആ MPയുടെ മൂക്കിന്റെ തുമ്പത്താണ് ഇവിടെ ഈ മുരിങ്ങൂരിൽ മണിക്കൂർ കണക്കിന് സമയം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ
ഈ ദേശീയപാതയിലൂടെ ദുരിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർലമെന്റിൽ നിന്ന് നിങ്ങൾ ഉറക്കമുണർന്ന് ഈ നാടിനകത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ ഇതുപോലെ ഈ നാടിനകത്തെ ചെറുപ്പക്കാർ നിങ്ങളുടെ വീടുകളിലേക്ക് മാർച്ചുമായി കടന്നു വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറികടന്ന് ഈ ഓഫീസിന്റെ മുമ്പിൽ എത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 1-2 ദിവസം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മഹാപ്രസ്ഥാനത്തിന് ജില്ലയിൽ 5 ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പ് ഉണ്ട്. ഞങ്ങളൊന്ന് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസയുടെ ഒരു ഇഷ്ടികയും ഒരു ചുമരും ഈ നാടിനകത്ത് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ വെച്ച് ഈ കേന്ദ്രത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് സമരം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഇന്ന് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് RSSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. അതായത് ഇവിടെ സമരം ചെയ്ത ആളുകളുടെ നേതൃത്വമാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പാലിയക്കരയിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പുതിയ ചുങ്കപ്പുരകൾ കെട്ടിയുയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഈ പാലിയക്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ സമരം ചെയ്യുന്നത് ടോള് പിരിക്കുമ്പോഴും ഇവിടെ അന്യായമായ ബ്ലോക്കാണ്. എറണാകുളത്ത് നിന്ന് ഈ വഴി സഞ്ചരിക്കുന്ന ആളുകൾ നിരവധിയായ ബ്ലോക്കുകളിൽ പെടുകയാണ്. സംസ്ഥാനത്ത് ഒരു നിപ്പ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നിപ്പ ലക്ഷണം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രികളോട് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് കുമാരമ്പത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 46 പേരാണുള്ളത്. പാലക്കാടും മലപ്പുറത്തും അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. രോഗലക്ഷണവും സമ്പർക്ക പട്ടികയിലും ഉള്ളവരിൽ ചിലരുടെ ഫലം നെഗറ്റീവായതിന്റെ ആശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെങ്കിൽ നിപ്പയിൽ പുതുതായി ഒരു മരണം കൂടി സംഭവിച്ചതോടെ അതീവ ജാഗ്രതയിലേക്ക് കടന്നിരിക്കുകയാണ് ആരോഗ്യമേഖല. ഒരാഴ്ച മുൻപാണ് പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ ചങ്ങലേരി സ്വദേശിയായ 58-കാരൻ പനി ബാധിച്ച് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നാലെ വട്ടമ്പലത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ച മലപ്പുറം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗി കഴിഞ്ഞ ദിവസം മരിച്ചു. കുമരമ്പത്തൂർ ചങ്ങലേരിക്ക് 3 കിലോമീറ്റർ ചുറ്റളവിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. സമ്പർക്കമുണ്ടായവർ ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പേരാമ്പ്രയിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. അപ്പോളോ ടയേഴ്സിന് മുൻപിൽ വെച്ച് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം ഉണ്ടായത്. മണ്ണുത്തിയിലേക്ക് പോകുന്ന ഓർഡിനറി ബസിന് പുറകിൽ സൂപ്പർഫാസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലത്തിന്റെ 1ാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കല്ലൂർ ഗ്രാമീൺ ജനതാ വെൽഫെയർ സഹകരണ സംഘം ഹാളിൽ വൈകിട്ട് 5:30 നടക്കുന്ന ചടങ്ങ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്യും. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ചെറിയ ചീനപ്പിള്ളി അധ്യക്ഷത വഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യ അതിഥിയായി പങ്കെടുക്കും. SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, ചാരിറ്റി പ്രവർത്തന ഫണ്ട് വിതരണം, പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം, പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയും ചടങ്ങിൽ നടത്തും. വാർത്താസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KT ടോമി, ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ചെറിയ ചീനപ്പിള്ളി, വൈസ് പ്രസിഡന്റ് വിനോജ് ആറ്റുപുറം, സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ആറ്റുപുറം എന്നിവർ പങ്കെടുത്തു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഈ തൃക്കൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ ചേർന്ന് ആ പ്രദേശത്തെ ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങളുമായി മുന്നോട്ട് പോകാൻ തൽപരരായിട്ട് ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ 1ാം ജന്മവാർഷികത്തിൽ ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ തൃക്കൂർ പഞ്ചായത്തിലെ തൽപരരായ ഒരു 10-30 ആളുകളെ വിളിച്ചു ചേർത്ത് അവർ നിശ്ചിത സംഖ്യ വെച്ചെടുത്ത് ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ കിഡ്നി പേഷ്യൻസ് ആയ മുഴുവൻ രോഗികൾക്ക് സഹായം ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഇത് ഉദ്ഘാടനത്തിനായി വരുന്നതായിരിക്കും. മുഖ്യാതിഥി സനീഷ് കുമാർ. ആശംസകൾ അർപ്പിക്കുന്നത് സുന്ദരി മോഹൻദാസ്, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ്.
ജൂലൈ മാസം 2024 ജൂലൈ മാസം 19 തുടങ്ങിയത്. ആ വർഷം ഞങ്ങൾ കിഡ്നി പേഷ്യൻസിന് തൃക്കൂർ പഞ്ചായത്തിലുള്ള മുഴുവൻ കിഡ്നി പേഷ്യൻസിനും ഒരു ദിവസത്തെ ഡയാലിസിസിനുള്ള പണം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിനുള്ള സഹായം കൊടുത്തു. ഈ വർഷം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് 105ഓളം പിള്ളേർക്ക് SLC ഫുൾ A+ കിട്ടിയവർക്ക് മൊമെന്റോയും 10 പേർക്ക് നമ്മൾ ധനസഹായവും കൊടുക്കുന്നുണ്ട്, ക്യാൻസർ രോഗികൾക്കും കിഡ്നി പേഷ്യന്റുകൾക്കും. പിന്നെ നമ്മളൊരു 15ഓളം പേര് നമുക്ക് പുതിയതായി അംഗത്തെടുക്കാൻ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് മണ്ണമ്പേട്ടയിൽ ആരംഭിച്ചു. തൊമ്മാന ആർക്കേസിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ ലാബ്സിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് ജനറൽ മാനേജർ എ നിതിൻ, റീജിയണൽ സെയിൽസ് മാനേജർ വനീം, ഏരിയ സെയിൽസ് എക്സിക്യൂട്ടീവ് നിധുൻ ഹരി, ഫ്രാഞ്ചൈസ് ഓണർ UK കീർത്തി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഉന്നത നിലവാരമുള്ള സൗകര്യങ്ങളോടെ ഏറ്റവും കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങളും സമ്പൂർണ്ണ പരിശോധനാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആസ്റ്റർ മണ്ണമ്പേട്ടയിൽ എത്തിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ചെക്കപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫർ പാക്കേജുകളാണ് ആസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. സ്പെഷ്യൽ ഓഫറായി 2310 രൂപ വിലയുള്ള 71 ടെസ്റ്റുകൾ വെറും 599 രൂപയാണ് പാക്കേജിൽ ലഭ്യമുള്ളത്. ഫുൾ ബോഡി ചെക്കപ്പുകൾ കുറഞ്ഞ നിരക്കിൽ. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ ഷുഗർ, കൊളസ്ട്രോൾ പരിശോധനകൾ സൗജന്യമായി ചെയ്യുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:30 മുതൽ 8 മണി വരെയും ഞായറാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുമാണ് പ്രവർത്തന സമയം. ഹോം കളക്ഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ 9 രാജ്യങ്ങളിൽ നമ്മുടെ പ്രസൻസ് ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് ഏകദേശം 19 ഹോസ്പിറ്റൽസും 13 പരം ക്ലിനിക്സും 226 പരം ലാബുകളും, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഫാർമസീസും 200 പരം ഫാർമസീസും ഉണ്ട്. ഏകദേശം ഇന്ത്യയിൽ തന്നെ 4000 കോടി വിറ്റൊരു, ലോകമെമ്പാടും 14000 കോടി മേലെ വിറ്ററുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമായ ബ്രാഞ്ചാണ് നമ്മൾ ഇവിടെ തുറന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ മെഷീനറീസും അതേ ക്വാളിറ്റി ആയിരിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറുകിട ലാബുകളിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻസ് ആയിരിക്കും റിപ്പോർട്ട്സ് അപ്രൂവ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമുക്ക് ഡോക്ടർമാരുടെ അപ്രൂവൽ ആയിരിക്കും റിപ്പോർട്ട്സ് ഉണ്ടാകുന്നത്. ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഒരു ബ്രാഞ്ച് നമ്മൾ മണ്ണമ്പേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ 599 രൂപയ്ക്ക് 71 ടെസ്റ്റുകൾ ചെയ്യുന്ന സ്പെഷ്യൽ പാക്കേജും, പിന്നെ നമ്മൾ ഹോം കളക്ഷൻ ഫ്രീ സർവീസ് ആയിട്ടാണ് നടത്തുന്നത്. നമ്മൾ അതിന് വേറെ എക്സ്ട്രാ സർവീസ് ചാർജോ കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. സന്ദർശിക്കുക ആസ്റ്റർ ലാബ്സ്, തൊമ്മാന ആർക്കേഡ്, മണ്ണമ്പേട്ട. വിളിക്കേണ്ട നമ്പർ 6238053963. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ രാജീവ് ഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരം നൽകി ആദരിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങൾ. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീൺ ജനതാ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് സുനിൽ മുളങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. കല്ലൂർ ബാബു, അലക്സ് ചുക്കിരി, ടോമി കൊള്ളിക്കുന്നേൽ, റോസി ജോണി നമ്പാടൻ, KL പത്രോസ്, സന്തോഷ് നമ്പാടൻ, സന്ദീപ് കണിയത്ത്, ഹേമലത സുകുമാരൻ, പോൾസൺ തെക്കുംപീടിക എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കായിക ഉപകരണങ്ങൾ നൽകി പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ നേതൃത്വത്തിലുള്ള KCYM സംഘടന. വിമുക്തി വാർഡിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാരുടെയും മാനസികവും കായികോല്ലാസത്തിനും വേണ്ടിയാണ് കായിക ഉപകരണങ്ങൾ നൽകിയത്. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു ബാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ ഡോക്ടർ പീറ്റർ കിണറ്റിങ്കലിന് കായിക ഉപകരണങ്ങളുടെ കിറ്റ് കൈമാറി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപു ദിനേശ്, പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ടോം മാളിയേക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ, ഫാദർ റെയ്സൺ തട്ടിൽ, കൈക്കാരൻ ഡേവിസ് മാളിയേക്കൽ, വാർഡ് കൌൺസിലർ VJ ജോജി, ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജു, പോട്ട KCYM പ്രസിഡന്റ് ഡിബിൻ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കൺവെൻഷൻ PKA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷത വഹിച്ചു. PK കൃഷ്ണൻകുട്ടി, സിന്ധു പ്രദീപ്, VS സുബീഷ്, PK രാജൻ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ അസംഘടിത തൊഴിലാളികളുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. BMS തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PS ഷാജു അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി വിമൽ കൊരട്ടിക്കാടൻ,
ഉണ്ണി പുതിയേടത്ത്, പി മണികണ്ഠൻ, പി എ ആര്യ, കെ വി വിനോദ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായനാ പക്ഷാചരണം സമാപനവും സമ്മാനദാനവും സംഘടിപ്പിച്ചു. കവി കൃഷ്ണൻ സൗപർണിക ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ലൈബ്രറി കൌൺസിൽ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി നിർവഹിച്ചു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ടി വി ഗോപി, വായനശാല സെക്രട്ടറി പി എം സുനിൽകുമാർ, കമ്മിറ്റി അംഗം വി കുമാരി എന്നിവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറപ്പൂക്കര പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ ചൊവ്വാഴ്ച രാവിലെ 10-ന് നന്ദിക്കര LCL ബിൽഡിംഗിൽ നടക്കും. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം യോഹന്നാൻ ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 10:30-ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. പക്ഷാഘാതത്തിന്റെ അപകട സാധ്യത ഉയർത്തുന്നതിൽ ജീവിതശൈലി ഘടകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇന്നത്തെ ഇൻഫോടോക്കിൽ ഇതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. രാത്രി 9 മണിക്ക് ശേഷം അത്താഴം കഴിക്കുന്നത് ഉയർന്ന പക്ഷാഘാത സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതും വൈകിപ്പിക്കാൻ പാടില്ല. രാവിലെയും രാത്രിയും നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ശീലം ശരീരത്തിന്റെ സ്വാഭാവിക താളങ്ങളെ പിന്തുണയ്ക്കുകയും പക്ഷാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യും. അത്താഴത്തിന് ശേഷം കുറഞ്ഞത് 20 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം ഒപ്റ്റിമൈസ് ചെയ്യാനും ദഹനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇത് പ്രീ ഡയബറ്റീസ്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഒരു മെറ്റാ അനാലിസിസ് പ്രകാരം നടത്ത വേഗത മണിക്കൂറിൽ ഓരോ 0.66 മൈൽ കൂടുമ്പോഴും പക്ഷാഘാത സാധ്യത 13% കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വൈകുന്നേരം 1-2 പെഗ് മദ്യം കുടിക്കുന്നതിൽ വലിയ ആരോഗ്യ പ്രശ്നമില്ലെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ പക്ഷാഘാത സാധ്യതയ്ക്കുള്ള വേദിയൊരുക്കുകയാണ്. മദ്യം വീക്കം വർദ്ധിപ്പിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഉറക്കമാണ് ആയുർദൈർഘ്യത്തിന്റെ അടിസ്ഥാനമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഉറക്കമില്ലായ്മ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു. മെറ്റാ അനാലിസിസിൽ രാത്രിയിൽ 5 മണിക്കൂറോ അതിൽ കുറവോ ഉറങ്ങുന്ന ആളുകൾക്ക് പക്ഷാഘാതമുണ്ടാകാനുള്ള സാധ്യത 33% കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ ഗസ്റ്റ് ലെക്ചറർ, ഗസ്റ്റ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് തസ്തികകളിലെ ഒഴിവിലേക്ക് വെള്ളിയാഴ്ച ഇന്റർവ്യൂ നടത്തുന്നു. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ബന്ധപ്പെട്ട വിഷയത്തിൽ AICTE നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള BTech, BE, MTech, ME ഫസ്റ്റ് ക്ലാസോടെ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ, ആധാർ, പാൻ കാർഡ്, ബയോഡാറ്റ അടങ്ങിയ അപേക്ഷയും സഹിതം വെള്ളിയാഴ്ച രാവിലെ 10-ന് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്ന എഴുത്തു പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും പങ്കെടുക്കുക. ഫോൺ നമ്പർ 9446073450. ജില്ലാ പഞ്ചായത്തിനു കീഴിലുള്ള കായിക അധ്യാപകർ ഇല്ലാത്ത സ്കൂളുകളിൽ കായിക അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ജൂലൈ 21-ന് രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കുന്നു. BPEd, MPEd തത്തുല്യ യോഗ്യത, KTech കാറ്റഗറി 4 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,120 രൂപ, പവന് 72,960 രൂപ. നന്ദിക്കര കാഞ്ഞിരക്കാട്ടിൽ രവീന്ദ്രൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. രഞ്ജിത്ത്, ശ്രീജിത്ത്, ശ്രീജ എന്നിവർ മക്കളും രാജീവ് മരുമകനുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ തണ്ടേക്കപ്പറമ്പിൽ വിജയൻ ഭാര്യ ശോഭന അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. ജീന, സോന എന്നിവർ മക്കളും സന്തോഷ്, സന്ദീപ് എന്നിവർ മരുമക്കളുമാണ്.
പുതുക്കാട് കാഞ്ഞൂർ ചിറയത്ത് ചുക്കിരി പരേതനായ ദേവസി ഭാര്യ ഏല്യ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദു, ബിജു, ബിൻഡോ എന്നിവർ മക്കളും വർഗീസ്, ഫാൻസി, ബെൻസി എന്നിവർ മരുമക്കളുമാണ്. മറവാഞ്ചേരി ഇളംതുരുത്തി ഭാസ്കരൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ. ഗിരിജയാണ് ഭാര്യ. ശ്രീജിത്ത്, സുജിത്ത് എന്നിവർ മക്കളും രാജി, നീഷ്മ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാനത്ത് ഒരു നിപ്പ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. നിപ്പ ലക്ഷണം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആശുപത്രികളോട് ആരോഗ്യവകുപ്പ്. പേരാമ്പ്രയിൽ 2 KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്ക്. ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് തൃക്കൂർ മണ്ഡലത്തിന്റെ 1ാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.